തൊടുപുഴ മണക്കാട് തോട്ടിൽ നിന്നും തലയോട്ടി കണ്ടെത്തി. മണക്കാട് മുണ്ടിയാടി പാലത്തിന് താഴെയാണ് തലയോട്ടി കണ്ടെത്തിയത്. തൊടുപുഴ പോലീസ് അന്വേഷണം ആരംഭിച്ചു. ഇവിടെ ഒരു 11 മണിക്ക് കുളിക്കാനായിട്ട് വന്നതാണ്. അതായത് രേഖാചിത്രം 7 മണിക്ക് കണ്ടിട്ട് വന്ന് ഞാനൊന്ന് റിലാക്സ് ചെയ്ത് അതിൻ്റെ കാര്യങ്ങളൊക്കെ ഓർത്തിങ്ങനെ ഇരിക്കുമ്പോഴാണ് കാക്ക കൊത്തണ ഒരു സാധനത്തിനകത്ത് കാക്ക കൊത്തനാണ്. ആദ്യം ഞാൻ നോക്കി ഒരു ഹെൽമെറ്റിൻ്റെ ഇതാന്ന് ഓർത്തു. അത് കഴിഞ്ഞ് അടുത്ത് നിന്ന് നോക്കിയപ്പോഴാണത് ഒരു തലയോട്ടിയാണെന്ന് മനസ്സിലായത്. അതെടുത്ത് നോക്കി കഴിഞ്ഞപ്പോൾ അതൊരു ഒന്നെങ്കിൽ മനുഷ്യൻ്റെ അല്ലെങ്കിൽ നമ്മുടെ പട്ടിയുടെ പൂച്ചയുടെ ഒന്നുമല്ല, മനുഷ്യൻ്റെ അല്ലെങ്കിൽ കുരങ്ങിൻ്റെ എന്ന് തോന്നി. അപ്പോൾ അങ്ങനെ വന്ന് നമ്മളത് പോലീസുകാരെ വിളിച്ചു. ഇവിടെ എന്ന് വെച്ചാൽ യാതൊരു പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നും ഇല്ലാത്തതാണ്. അപ്പോൾ ഇവിടെ ഇങ്ങനെ ഒരു തലയോട്ടി വന്നെങ്കിൽ യാതൊരു ചാൻസും ഇല്ല. ഇവിടെ അങ്ങനെ എന്തെങ്കിലും വല്ലോ കൊലപാതകമോ പണ്ട് ചെയ്തിട്ടുള്ള വല്ലോ ആണോ പൊങ്ങി വന്നേക്കണേന്ന് ഈ രേഖാചിത്രത്തിൻ്റെ ഇതിനകത്തുനിന്ന് മനസ്സിൽ വന്ന് തോന്നിയുണ്ട്. അപ്പോൾ തന്നെ പോലീസിനെ വിളിച്ചു, കാര്യങ്ങൾ അറിയിച്ചു. പോലീസ് ഫാസ്റ്റായിട്ട് 5 മിനിറ്റ് കൊണ്ട് ഇവിടെ വന്നു. ജെയിനസ് രാജു ഉണ്ട് വിവരങ്ങൾ നൽകാൻ. ജെയിൻ, പോലീസ് എത്തിയോ? ഈ തലയോട്ടിയുടെ പഴക്കം സംബന്ധിച്ചും അത് മനുഷ്യൻ്റെതാണെന്ന് സ്ഥിരീകരിച്ചോ? എന്താണ് വിവരങ്ങൾ? പോലീസ് സ്ഥലത്തെത്തിയിട്ടുണ്ട്. പോലീസ് ഇതുമായി ബന്ധപ്പെട്ട ഒരു കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണം ആരംഭിക്കും എന്നുള്ളതാണ് അറിയിച്ചിരിക്കുന്നത്. ഈ തൊടുപുഴ സ്വദേശിയായിട്ടുള്ള അജയ് ഉണ്ണി എന്ന് പറയുന്ന ഒരു വ്ളോഗൊക്കെ ചെയ്യുന്ന ഒരു ചെറുപ്പക്കാരൻ, ആ ചെറുപ്പക്കാരനാണ് ഇന്ന് രാവിലെ ഈ തലയോട്ടി കണ്ടു എന്ന് അവകാശപ്പെട്ടത്. അതനുസരിച്ച് പോലീസ് അവിടെ സ്ഥലത്തെത്തുകയും മറ്റ് നടപടികൾ പരിശോധിക്കുകയും അന്വേഷിക്കുകയും ചെയ്യുന്നിട്ടുണ്ട്. ഒന്നുകിൽ ഈ പാലത്തിൽ നിന്ന് ആരെങ്കിലും ഈ തലയോട്ടി മറ്റൊരിടത്തുനിന്ന് കൊണ്ടുവന്ന് ഇട്ടതാകാം എന്നുള്ളതാണ് പ്രാഥമികമായി വിലയിരുത്തുന്നത്. കാരണം ഈ തോട്ടിലല്ല ഈ തലയോട്ടി കിടന്നിരുന്നത്, ഇത് പാറയിലാണ് ഇരുന്നത് എന്നുള്ളതാണ് ഈ ആദ്യമായി ദൃക്സാക്ഷിയായിട്ടുള്ള ഈ അജയ് ഉണ്ണി അവകാശപ്പെടുന്നത്. എന്തായാലും പോലീസ് ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പരിശോധിക്കുന്നുണ്ട്. വ്യക്തമായിട്ടുള്ളൊരു ചിത്രം ഇതുമായി ബന്ധപ്പെട്ട് പ്രാഥമിക അന്വേഷണത്തിൽ ലഭിക്കും എന്നുള്ളതാണ് കരുതുന്നത്. എന്തായാലും ഒരു കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണം ആരംഭിക്കുമെന്ന് പോലീസ് വ്യക്തമാക്കിയിട്ടുണ്ട്. ശരി, ജെയിനാണ് വിവരങ്ങൾ നൽകിയത്.